प्यारे बच्चों नमस्ते। आज हम पढ़ेंगे हमारा नया पाठ का नाम है भारत के तीर्थ स्थान केदारनाथ और बद्रीनाथ। टेक योर टेक्स्ट बुक पेज नंबर 56। ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു പാഠമാണ്. പാഠത്തിൻ്റെ പേരെന്താ? ഭാരത് കെ തീർത്ഥസ്ഥാൻ കേദാർനാഥ് और ബദരീനാഥ്. നമ്മുടെ ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളാണ് കേദാർനാഥ് അല്ലേ? ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള കേദാർനാഥും ബദരീനാഥും. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കാം. भारत एक वैभवशाली और धार्मिक देश है. भारत एक വൈഭവശാലി എന്താ? ഗ്രാൻഡ് അല്ലേ? നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് വളരെ പ്രൗഢിയേറിയതും ധാർമ്മിക ദേശഹേ, ഭക്തിപരവുമായ ദേശമാണ്. വളരെ പ്രൗഢിയായതും ഭക്തിപരവും നിറഞ്ഞ ഒരു ദേശമാണ് നമ്മുടെ ഭാരതം. यहाँ के लोगों को नैतिक, धार्मिक तथा दार्शनिक ज्ञान के साथ साथ योग साधना आदि का भी अमूल्य लाभ मिलता है. നമ്മുടെ ഭാരതത്തിൽ തത്വചിന്തകൾ അല്ലേ? ദാർശനിക് എന്ന് പറഞ്ഞാൽ ഫിലോസഫി, അതുപോലെ ധാർമ്മിക് ഭക്തി നിർഭരമാണ്, നൈതിക ഒരുപാട് ആചാരങ്ങളുള്ളതാണ്. എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമാണ് നമ്മുടെ ഭാരതം. हमारे तीर्थस्थान इस ज्ञान को और अधिक समृद्ध बनाते हैं. നമ്മുടെ തീർത്ഥസ്ഥാൻ അല്ലേ? പിലിഗ്രിമേജ് തീർത്ഥസ്ഥാൻ, നമ്മുടെ ഈ പുണ്യസ്ഥലങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തോं की श्रद्धा बढ़ाते हैं और भक्तों की श्रद्धा ही भारत देश को पवित्र बनाते हैं. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധ, ഭയഭക്തി, ബഹുമാനം അല്ലേ? ഭക്തർ ദൈവത്തോടുള്ള ഭയഭക്തി, ബഹുമാനം, സ്നേഹം ഒക്കെ എല്ലാവർക്കും ഉണ്ട് അല്ലേ? അതുകൊണ്ടൊക്കെ പവിത്രമാണ് നമ്മുടെ ഭാരതം. കേദാർനാഥ് और बद्रीनाथ ऐसे ही दो पवित्र स्थान है जिन्हें अत्यंत महत्वपूर्ण माना जाता है. അപ്പോൾ വളരെ പുണ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കേദാർനാഥും ബദരീനാഥും. അത് വളരെയധികം മഹത്വപൂർണ്ണമായിട്ടാണ് ആ സ്ഥലങ്ങളെ നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് കേദാർനാഥ്. ഇനി കേദാർനാഥിലേക്ക് നമുക്ക് നോക്കാം. കേദാർനാഥ് ശിവജി കെ പ്രസിദ്ധ 12 ജ്യോതിർലിംഗോं में से एक है. അപ്പം 12 കേദാർനാഥ് ശിവജി കെ പ്രസിദ്ധ 12 ജ്യോതിർലിംഗ. ജ്യോതി എന്താണ്? ജ്യോതി പ്രകാശം പരത്തുന്ന. അപ്പോൾ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് എന്ത്? കേദാർനാഥ്. യഹ് കേദാർ നാമക് പഹാടി പർ സ്ഥിത് ഹേ. കേദാർ എന്ന് പറയുന്ന പഹാടി ഇല്ലേ? അവിടെയാണ് എന്ത് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലിയേ ഇസേ കേദാരേശ്വർ ബി कहते हैं. അതുകൊണ്ട് അതിനെന്തും കൂടി പറയുന്നു? കേദാരേശ്വർ എന്നും കൂടി പറയുന്നു. പൗരാണിക് കഥാക്കെ അനുസാർ, പൗരാണിക് എന്താണ്? പൗരാണിക് ഏൻഷ്യൻ പഴയ അല്ലേ? അനുസാർ നർ और नारायण नामक ऋषि ने केदार पर्वत पर मिट्टी का शिवलिंग बनाकर पूजा की थी. അപ്പോൾ ആരൊക്കെയാണ് പൗരാണിക കഥയുടെ ഇതുപോലെ നർ ഓർ നാരായൺ അവർ വന്നിട്ട് എന്ത് ചെയ്തു? ആ ഋഷി അവർ വന്നിട്ട് എന്ത് ചെയ്തു? കേദാർ പർവ്വതത്തിൽ വന്നിട്ട് മിട്ടി കാ ശിവലിംഗ് ബനാക്കർ പൂജാക്കി. അവർ മിട്ടി കാ ശിവലിംഗ് ബനാക്കർ പൂജാക്കി थी. शिवजी ने प्रसन्न होकर वर दिया था कि वे भक्तों को दर्शन देने के लिए केदार पर ही ज्योतिर्लिंग के रूप में रहेंगे. അപ്പോൾ അവരവിടെ പൂജ ചെയ്തതുകൊണ്ട് ശിവജി എന്ത് ചെയ്തു? അവർക്ക് ദർശനം കൊടുത്തു. എന്താണ് ദർശനം കൊടുത്തത്? കേദാർ പർ ജ്യോതിർലിംഗ്, ജ്യോതിർലിംഗിൻ്റെ രൂപത്തിൽ എല്ലാവർക്കും അനുഗ്രഹിക്കാനായിട്ട് വരുമെന്ന് അവർക്ക് എന്ത് കൊടുത്തു? ദർശനം
കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ പൂജ ചെയ്തത് അല്ലേ. അവിടെ ആ കേദാർനാഥിൽ വരുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹം കിട്ടാനായിട്ട് ജ്യോതിർലിംഗത്തിൻ്റെ രൂപത്തിൽ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. महाभारत के युद्ध के बाद जब पांडव यहाँ तपस्या करने आए थे, മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ അവർ അവിടെ തപസ്യയ്ക്ക് വേണ്ടിയിട്ട് വന്നു, തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. തബ് ഉन्होंने കേദാർനാഥ് കാ മന്ദിർ बनवाया था. അപ്പോൾ അവരെന്ത് ചെയ്തു, കേദാർനാഥിലൊരു മന്ദിർ എന്താ, അമ്പലം ബനവായാത്ത. ബനായ എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ടാക്കുക. ബനുവായ എന്ന് പറഞ്ഞാലോ, ഉണ്ടാക്കിച്ചു. അപ്പോൾ അവരവിടെ ഒരു അമ്പലം ഉണ്ടാക്കിച്ചു. നെക്സ്റ്റ് പേജ്. കേദാർനാഥ് मंदिर के द्वार पर नंदी की एक बहुत बड़ी मूर्ति है. ഇപ്പോൾ കേദാർനാഥ് മന്ദിർ കെ ദ്വാർ എന്താണ്, ഗേറ്റ്, ഡോറ്, ഗേറ്റ് എന്നൊക്കെ പറയും. കേദാർനാഥ് मंदिर के द्वार पर नंदी की एक बहुत बड़ी मूर्ति है. നന്ദി ആരാണ്, നന്ദി ശിവൻ്റെ വാഹനം, ഭക്തൻ എന്നൊക്കെ പറയും. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ശിവനോട് പറയാനായിട്ട് നന്ദിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുക, നന്ദി അത് ശിവനോട് പറയും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നന്ദിയുടെ ഒരു വലിയ മൂർത്തി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. मंदिर के भीतर केदारनाथ की तराशी हुई मूर्ति नहीं है. അപ്പോൾ मंदिर के ഭീത്തർ എന്താണ്, ഇൻസൈഡ്. അപ്പോൾ മന്ദിരത്തിൻ്റെ ഉള്ളിൽ കേദാർനാഥ് കി തരാശി, ഇപ്പോൾ കേദാർനാഥിൻ്റെ ക്ലിയറായിട്ടുള്ള മൂർത്തി, പ്രതിഷ്ഠയൊന്നുമല്ല അവിടെ ഉള്ളത്. പിന്നെയോ ബൽക്കി തീൻ കോനോം വാല ഏക്ക് ബഡാസ പർവ്വത് ഖണ്ഡ ഹേ. അപ്പോൾ 3 കോണോട് കോണ് ചേർന്ന ഒരു വലിയ പാറക്കഷ്ണമാണ് നമ്മൾ അതിനുള്ളിൽ കാണുന്നത്. കഹാ ജാത്താ ഹേ കി യഹ് കേദാർനാഥ് കാ ഏക് ഭാഗ് ഹേ. അപ്പോൾ പറയപ്പെടുന്നത് എന്താണ്, ഇത് കേദാർനാഥിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു ഭാഗം. അടുത്തതോ और दूसरा भाग പശുപതി കെ രൂപമേ നേപ്പാൾ മേ ഹേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം എവിടെയാണുള്ളത്, പശുപതിയുടെ രൂപത്തിൽ നേപ്പാളിലാണ് ഉള്ളത്. ഇസ് മന്ദിർ മേ, ഈ മന്ദിരത്തിൽ ഗണപതി, പാർവതി, പാണ്ഡവ്, കുന്തി और ദ്രൗപദി की മൂർത്തിയാം भी है. അപ്പോൾ ഇവിടെ ആരുടെയൊക്കെ മൂർത്തികളാണുള്ളത്, ഗണപതി, പാർവതി, പാണ്ഡവ്, കുന്തി और द्रौपदी की मूर्तियाँ. भक्त यहाँ आकर परिक्रमा करते हैं. परिक्रमा എന്താ, ഗോയിങ് അറൗണ്ട് അല്ലേ. ഭക്തന്മാരൊക്കെ ഇവിടെ വന്നിട്ട് അവരെന്താണ്, ഭ്രമൺ करते हैं. बाकी मंदिरों की तरह यहाँ भी मंदिर के बाहर परिक्रमा की जाती है. ബാക്കിയുള്ള മന്ദിരങ്ങളിലും കൂടെ എന്താണ്, ഭ്രമൺ करते हैं. പരിക്രമ കർണേക്ക് ജഗ് പർ അമർദ കുണ്ട്. അപ്പോൾ അവർ ചുറ്റുപാടും പോകുന്ന ആ വഴിയിലൊക്കെ എന്തൊക്കെയുള്ളത്, അമർദ കുണ്ട്, രേതസ് കുണ്ട്, മധുഗംഗ, ക്ഷീരഗംഗ, അതുപോലെ വാസുകി താൽ ആദി പവിത്ര സ്ഥാൻ ബി ഹേ. വാസുകി താൽ എന്ന് പറഞ്ഞാൽ സർപ്പം കിടന്ന കുളം, അതാണ്. അത് എന്നീ പുണ്യസ്ഥലങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ്, അമൃതകുണ്ട്, രേതസ് കുണ്ട്, മധുഗംഗ, പിന്നെയോ ക്ഷീരഗംഗ, വാസുകി താൽ. സർദിയോ മേ കേദാർ ക്ഷേത്ര മേ ചാരോ മോർ ബർഫ് ജം ജാത്തി ഹെ. എന്താ സർദിയോ മേ അല്ലേ, തണുപ്പ് കാലത്ത് അവിടെ എന്താണ്, 4 ഭാഗത്തും മഞ്ഞ് മൂടിക്കിടക്കും. തബ് കേദാർനാഥ് കെ ഉപതീർത്ത് ഊക്കി മഠമേ പൂജ ഹോത്തി ഹെ. ആ സമയത്ത് കേദാർനാഥ് അവിടെയല്ല പൂജ, വേറെ എവിടെയാണ്, അതിൻ്റെ ഉപതീർത്ഥമായ ഊക്കി മഠ്, അവിടെയാണ് പൂജകൾ ഉണ്ടാവുന്നത്. ഊക്കി മഠമേ ശിവജി കെ സാത്ത് സാത്ത് ബദരീനാഥ്. അപ്പോൾ ഊക്കി മഠത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ബദരീനാഥ്, തുംഗനാഥ്, ഓംകാരേശ്വർ, കേദാർനാഥ്, ഉഷ, അനിരുദ്ധ ആദി की भी മൂർത്തിയാം ഹേ. അപ്പോൾ അവിടെ ആരുടെയൊക്കെ മൂർത്തികളാണുള്ളത്, എന്തൊക്കെയാണ് പറയപ്പെടുന്നത്, ബദരീനാഥ്, തുംഗനാഥ്, ഓംകാരേശ്വർ,
കേദാർനാഥ്, ഉഷ, അനിരുദ്ധ് ആദി की भी मूर्तियां हैं. നെക്സ്റ്റ് ബദരീനാഥ്. ഇനി ബദരീനാഥിനെ കുറിച്ച് നമുക്ക് നോക്കാം. ബദരീധാം അത്യന്ത പവിത്ര സ്ഥാന ഹെ. ബദരീധാം എന്ന് പറയുന്നത് വളരെ ഒരു ശേഷപ്പെട്ട പുണ്യ സ്ഥലമാണ്. ബദരീധാം, ധാം എന്താണ്? സ്ഥലം. ബദരീധാം കെ നാമകരൺ കെ ബാരമേ അലഗ് അലഗ് മത് ഹെ. മത് എന്ന് പറഞ്ഞാൽ അഭിപ്രായം. അപ്പോൾ ഈ ബദരീധാം അതിൻ്റെ പേരിനെ കുറിച്ച് വ്യത്യസ്ത പല അഭിപ്രായങ്ങളും ഉണ്ട്. പെഹലെ യഹാം ബേർ കെ വൃക്ഷോं का वन था. ആദ്യം ഇവിടെ എന്തായിരുന്നു? ബേർ കെ വൃക്ഷോं का वन था, ബ്ലാക്ക്ബെറി പ്ലം അതിൻ്റെ വനമായിരുന്നു. ജിസ്കെ കാരൺ ഇസ് ക്ഷേത്ര കോ ബദരീവൻ കഹാ ജാത്താ താ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എന്തായിരുന്നു പറയപ്പെട്ടിരുന്നത്? ബദരി വൻ. ബദരി കാ ഏക് അർത്ഥ് ബാദൽ ബി ഹേ. ബാദൽ എന്താണ്? മേഘ് അല്ലേ? ബദരിയുടെ ഒരു മീനിങ് എന്താണ്? ബാദൽ എന്നും കൂടി പറയുന്നു. യഹാ ഗുലേ മൗസം മേ ബി ബാദലോं का ആഭാസ് ഹോത്താ ഹെ. ഗുലേ മൗസം എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിഞ്ഞ കാലാവസ്ഥ. ഗുലേ മൗസം. അവിടെ ബാദലും അവിടെ ആ സമയത്ത് കൂടി നമുക്ക് മേഘങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇസ്ലിയെ ഇസ്കാ നാം ബദരീധാം പടാ ഹോഗ. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ബദരീധാം. ശങ്കരാചാര്യ के समय में इसे ബദരീനാഥ് കഹാ ജാനെ ലഖാ. അപ്പോൾ ശങ്കരാചാര്യരുടെ സമയത്താണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ബദരീനാഥ് എന്ന് വിളിക്കുന്നത്. ശങ്കരാചാര്യനെ ബദരീനാഥ് കോ പ്രസിദ്ധ ധാം മാനാത്ത. അപ്പോൾ ശങ്കരാചാര്യ ബദരീനാഥിനെ എന്താണ്? ഒരു പുണ്യസ്ഥലമായിട്ട് കാണുന്നു. इस स्थान की पवित्रता के कारण ही यहाँ पर व्यास मुनि का आश्रम था. ഇതിൻ്റെ ഈ വളരെ വിശുദ്ധ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വ്യാസമുനിയുടെ ഒരു ആശ്രമം ഇവിടെയുണ്ട്. ഉനോനെ തപ് ബി കിയാത്ത. അദ്ദേഹം അവിടെ തപസ് അനുഷ്ഠിക്കുകയും ബ്രഹ്മസൂത്ര ഗ്രന്ഥ ബി ലിഖാത്ത. ബ്രഹ്മസൂത്ര എന്ന് പറഞ്ഞ ഗ്രന്ഥം ലിഖാത്ത. ഇസി കാരണോനെ ബാദരായൺ ബി കഹാ ജാത്താ ഹെ. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തും കൂടി വിളിക്കുന്നു? ബാദരായൺ എന്നും കൂടി വിളിക്കുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. മിസ്സൊന്ന് എടുത്തത് വരെ നന്നായിട്ട് വായിക്കുക. आज इतना ही है. अगले क्लास में मिलेंगे. धन्यवाद.